ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരേ ഒരു കളിക്കാരൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം എവിടെ വരെയായി എന്ന് നമുക്ക് നോക്കാം. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിംഗ്. ഒരേ ഒരു സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തുള്ളൂ, അതുകൊണ്ട് സ്ഥാനാർത്ഥി പര്യടനത്തിന് അലിക്ക് മാത്രമേ കൂടെ പോകേണ്ടതുള്ളൂ. ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം എങ്ങനെയുണ്ട്? ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ ആ ഒരു ലീഡ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കൊണ്ടുവന്നത് അത് UDF തന്നെയാണ്. UDF അതുകൊണ്ട് തന്നെ ഈ പ്രചാരണത്തിലും ഒരു മുൻതൂക്കം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടത്തിൽ സന്ദർശനം നടത്തിയ ശേഷം ആരംഭിച്ച പ്രചരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പ്രദേശത്തെ കടകളിലെല്ലാം കയറി അദ്ദേഹം ഈ വോട്ടർമാരെ കാണുന്നു, കാര്യങ്ങൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിക്കുകയും സെൽഫി എടുക്കാനൊക്കെ ആളുകൾ വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ചുങ്കത്തറയിൽ രാവിലെ അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. അവിടെ ചില ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി, പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം കാരന്തൂരിലെത്തി മർക്കസിൽ എത്തി AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി. അതിന്റെ ദൃശ്യങ്ങളൊക്കെ അവരുടെ പ്രചാരണ ഹാൻഡിലുകളിൽ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വലിയ രീതിയിൽ തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുമുണ്ട്. ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലാകട്ടെ ഗ്രൗണ്ടിലാകട്ടെ ഈ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം മികച്ച രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലീഡ് നിലനിർത്തി ഏറ്റവും ഗംഭീരമായി പ്രചാരണം പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ പഞ്ചായത്ത് കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് അമരമ്പലത്താണ്. അമരമ്പലം പഞ്ചായത്തിലെ ഈ പൂക്കോട്ടുംപാടത്ത് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നത്. ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. K സുധാകരന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. അത് UDFൽ വലിയ പൊട്ടിത്തെറി ഉണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം മാധ്യമങ്ങൾ തെറ്റായി നൽകുന്നു, അതൊന്നുമല്ല സത്യാവസ്ഥ, UDF ഒറ്റക്കെട്ടാണ് എന്നെന്തായാലും KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും ഒരുപോലെ ആവർത്തിക്കുന്നു. ഇനിയിപ്പോൾ ഇതിനുശേഷം 3 ഇടങ്ങളിൽ പഞ്ചായത്ത് കൺവെൻഷൻ ഉണ്ട്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് പൂർണ്ണമായും ഒരു പ്രചാരണത്തിന്റെ ട്രാക്കിലേക്ക് കടന്നിരിക്കുന്നു. UDF എന്തായാലും ഒരു പ്രചാരണത്തിന്റെ ട്രാക്കിലേക്ക് കടന്നിരിക്കുന്നു. എവിടെ മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികളെന്ന ചോദ്യം ഉന്നയിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയൂ എന്ന് UDF LDFനോടും NDAയോടും ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥി വെള്ളിയാഴ്ച ഉണ്ടാകുമെന്ന് പറയുന്നു. NDAയുടെ സ്ഥാനാർത്ഥിയെ ഇപ്പോഴും അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. നിലമ്പൂരംഗം അത് മുറുകാൻ പോകുന്നതേ